പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ മണിക്കൂറിലും കണ്ണൂരിലെ ആശുപത്രിയിൽ അതീവ പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ആശുപത്രിക്ക് പുറത്ത് കേരളമാകെ പക്ഷേ വാദങ്ങളും മറുവാദങ്ങളും വാഗ്വാദങ്ങളും പോർവിളികളും ഇങ്ങനെ തുടരുകയാണ്. കൊല്ലാനായിരുന്നു KSU ശ്രമമെന്നും അത് VD സതീശനും KPCC നേതൃത്വവും അറിഞ്ഞാണെന്നും CPIM വാദിക്കുന്നു. പലയിടങ്ങളിലും കോൺഗ്രസ് ഓഫീസുകൾ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നു. മന്ത്രിയുടേത് മഹാനടിമാർ തോൽക്കുന്ന അഭിനയമെന്നും CPIMന്റെ കപട നാടകമാണിതെന്നും പ്രതിപക്ഷവും ആണയിട്ട് പറയുന്നു. സമൂഹ മാധ്യമങ്ങളിലാകട്ടെ പരിഹാസങ്ങൾ ഇങ്ങനെ കൊഴുക്കുകയാണ്. ഈ ഘട്ടത്തിൽ നമ്മൾ ജനങ്ങളോട് ചോദിക്കുകയാണ്, വീണ ജോർജ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആക്രമിക്കപ്പെട്ടോ? അങ്ങനെയെങ്കിൽ ആ രാഷ്ട്രീയം ശരിയോ? അതല്ല മന്ത്രിയുടേത് വെറും നാടകമാണോ? ജനം പറയട്ടെ. മുബാറക്ക് കുറച്ച് ആളുകളോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് നോക്കാം. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ ഇന്നലെയുണ്ടായ പ്രതിഷേധവും അതിനെ തുടങ്ങിയുള്ള വിവാദവുമാണ് ഇന്ന് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത്. ഇതിനെ ജനാധിപത്യ പ്രതിഷേധങ്ങൾക്കെതിരായുള്ള ആക്രമണമായി കരുതുന്നവരുണ്ട്. എന്നാൽ ഇത് ഒരു രാഷ്ട്രീയ നാടകമാണെന്ന് പറയുന്നവരുമുണ്ട്. എന്താണ് ജനങ്ങൾ പറയുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടുവരാം. പൊതുജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവർ ഓരോന്നൊക്കെ പറയണതാ, അല്ലാതെ അതിൽ ഒരു വസ്തുതയില്ലെന്നാണ് അഭിപ്രായം. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, അവർ നാടകമാണ്, അഭിനയമാണ് എന്ന് പറയുന്നു ആൾക്കാരൊക്കെ. നമ്മുടെ നാട്ടിലെ ജനങ്ങളൊക്കെ പറയുന്നുണ്ട്. അരിയാഹാരം കഴിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം അത് പക്ക നാടകമാണെന്ന്. മെഡിക്കൽ റിപ്പോർട്ട് ഓരല്ല ഭരിക്കുന്നത്, പിന്നെ ഓർക്ക് അനുകൂലമായിട്ടല്ലേ ഉണ്ടാവുള്ളൂ. ഇത് കാണുന്ന ആൾക്ക് ജനങ്ങൾക്ക് മനസ്സിലാവില്ലേ? ബുദ്ധി വിവേകമുള്ള ആൾക്കാരല്ലേ. പ്രതിഷേധിക്കുന്നത് നല്ലതാണ്. ഇതിൽ വീണ ജോർജിൻ്റെതല്ല നാടകം. ഒന്നാം പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്രതിഷേധക്കാരായിട്ട് പ്രശ്നമുണ്ടായ മന്ത്രി മൂന്നാം പ്ലാറ്റ്ഫോമിൽ എത്തുന്നവരെ ഒരു കുഴപ്പമില്ല. അവിടുന്ന് സ്പീക്കർ മുഖ്യമന്ത്രിയെ വിളിക്കുന്നവരെ കുഴപ്പമില്ല. മുഖ്യമന്ത്രിയെ വിളിച്ചതിന് ശേഷമാണ് മന്ത്രിക്ക് ദേഹാസ്വാസവും മറ്റു പ്രശ്നങ്ങളും അസുഖങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത് ആരാണ് നാടകം? വീണ ജോർജിൻ്റെ അല്ല. ഇതിൻ്റെ തിരക്കഥ സംഭാഷണവും സംവിധാനവും മുഖ്യമന്ത്രിയാണ്. ശരിക്കും ഇതിൻ്റെ അവാർഡ്, നാടകത്തിൻ്റെ അവാർഡ് കൊടുക്കേണ്ടത് മുഖ്യമന്ത്രിക്കാണ്. വീണ ജോർജിന് പരിക്ക് പറ്റിയിട്ടില്ല. ഇല്ല, പുള്ളിക്കാരത്തിൻ്റെ അടുത്തെത്തിയിട്ടില്ലല്ലോ. അതൊക്കെ വെറും ഒരു നാടകമാണ്. പുരുഷന്മാര് ഒരു മന്ത്രിനെയൊക്കെ എങ്ങനെയായാലും ഇനിയിപ്പോൾ ഓല എന്താ ചെയ്തില്ല, അവിടെ ഒരു കൂട്ട മറച്ചിൽ കാണുന്നുണ്ട്. ഇപ്പോൾ അത് വേണ്ടിയില്ലായിരുന്നാണ് നമ്മളെ അഭിപ്രായം. അങ്ങനത്തെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല. അവർ പ്രതിഷേധിച്ചിരിക്കുന്ന കരിങ്കൊടി പ്രയോഗമൊക്കെ നടത്തിയിരിക്കുകയാണ്. അതൊരു ആവശ്യമില്ല. അത് വളരെയധികം CPM-നെ സംബന്ധിച്ചോളം നാണക്കേടാണ്. മെയ് മാസമല്ലേ ഇലക്ഷൻ വരുന്നതാണ്. അത് അതിനണക്കാക്കിയിട്ടുള്ള പിടുത്താണ്, വേറൊന്നുമില്ല. ജയിക്കാൻ വേണ്ടിയുള്ളൊരു പൊറാട്ട നാടകമാണ്, വേറൊന്നുമില്ല. ഒന്നും ചെയ്തിട്ടില്ല. സംഭവം ഒരു പ്രതിഷേധം നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. വീണ ജോർജിൻ്റേത് ഒരു രാഷ്ട്രീയ നാടകമാണെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഇങ്ങനൊരു പ്രതിഷേധം വേണ്ടെന്ന് പറയുന്നവരുമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഈ രാഷ്ട്രീയ കേരളത്തിൽ ഉയരുമെന്നുള്ളത് ഉറപ്പാണ്.